ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോ കാണാം. ഇതിൻ്റെ നല്ല സോഫ്റ്റാണിത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈഡ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് റൈസിൻസ്, ഗോൾഡൻ റൈസിൻസ്, ബദാം, കാഷ്യൂനട്ട്, ആപ്രിക്കോട്ട്, ടൂട്ടി ഫ്രൂട്ടി, ചെറി, ഡേറ്റ്സ്. ഇത് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അത് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാം 1/4 കപ്പ് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് ഓറഞ്ച് നീരിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനായി ഞാനൊരു 4-5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിയുമ്പം അതിൻ്റെ മുകളിൽ നിൽക്കണം ഈ ഓറഞ്ച് നീര്. അതിനനുസരിച്ചുള്ള ഓറഞ്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓറഞ്ചെല്ലാം പിഴിഞ്ഞെടുത്ത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. അതായത് നമ്മുടെ ഗോൾഡൻ റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ്, ഡേറ്റ്സ്, ചെറി, ടൂട്ടി ഫ്രൂട്ടി, ആപ്രിക്കോട്ട്. ഇത്രയാണ് ഞാൻ ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്യുന്നത്. ഈ കാഷ്യൂനട്ടും ബദാമും ഞാൻ സോക്ക് ചെയ്യുന്നില്ല. അത് നമ്മളിതെല്ലാം സോക്ക് ചെയ്ത് അതിന് ശേഷം ഇതിടുമ്പോൾ ആ കൂടെ തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഇടുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കണം നമുക്ക്. ഞാനിത് തലേ ദിവസം വൈകിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ വെളിയിലെടുത്ത് വെച്ച് എന്നിട്ടത് റൂം ടെമ്പറേച്ചറിലായപ്പോഴാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, അതുപോലെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഇതുപോലുള്ളൊരു കറുവപ്പട്ട. ഇതും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കൊന്ന് ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കുക. ഈ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പം തീരെ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കണം. തീ കൂടിപ്പോയാൽ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം വേണം കുറേശ്ശെ ഒഴിക്കാനായിട്ട്. ഇതിനായിട്ട് ഞാൻ 3/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളമാണ് 3/4 കപ്പ്. അത് കുറേശ്ശെ ഒഴിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി മാറി നിൽക്കണം, അല്ലെ ദേഹത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം. അതുപോലെ തന്നെ സിമ്മേലിട്ടിട്ട് വേണം ഈ വെള്ളം നമ്മൾ ഒഴിക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതൊന്ന് റൂം ടെമ്പറേച്ചറിലാകട്ടെ. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. ആദ്യം ഞാൻ മുട്ടയാണ് ഇന്ന് ബീറ്റ് ചെയ്യുന്നത്. ആദ്യം ബട്ടർ ബീറ്റ് ചെയ്ത് പിന്നെ പഞ്ചസാര ഇട്ട് അത് കഴിഞ്ഞ് മുട്ടയും ചേർക്കാം. ഞാൻ ഇന്ന് മുട്ട ആദ്യം ബീറ്റ് ചെയ്യാൻ പോവാണ്. ഈ 4 മുട്ടയും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതാണ് മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്യാൻ. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിലാക്കി നല്ല പോലെ പഞ്ചസാര ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബാക്കി പഞ്ചസാര കൊണ്ട് നമുക്കിതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക.
നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്ത് ആയി. ഇത് 200 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. നമുക്ക് ആ ബട്ടർ കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്ററൊന്നും ഇല്ലെങ്കിലും നമുക്ക് മിക്സി മതി കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ഈ ബട്ടറും എല്ലാം കൂടെ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ്, ആ കാരാമൽ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യമേ ആ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ മൈദയിൽ എല്ലായിടത്തും ഒന്ന് വരത്തക്ക രീതിയിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്കൊരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി വളരെ സോഫ്റ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ആ ഡ്രൈഡ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് അതും കൂടെ അതിലേക്ക് ഒഴിച്ചൊന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 2-3 സ്പൂണ് മൈദ അവിടെ ചേർത്താവുന്ന മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീരൂടെ ചേർക്കുക. ഇത് നാരങ്ങാനീര് ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. തന്നെയല്ല, ഒരു നാരങ്ങയുടെ ഒരു ടേസ്റ്റ് കൂടെ ചെറുതായിട്ട് വരുമല്ലോ, അതൊരു രുചിയാണ്. ഇനി നമ്മുടെ ബേക്ക് ടീനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ആ ഡ്രൈഡ് ഫ്രൂട്ട്സും കൂടി നമ്മുടെ ബാറ്ററിലേക്ക് ഇടുക. എല്ലായിടത്തും വരത്തക്ക രീതി അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി വേണം നമ്മുടെ ആൽമണ്ട്, അതായത് ബദാം ചെറുതായിട്ട് പീസാക്കിയതാണ്, അതുപോലെ തന്നെ കാഷ്യൂ നട്ട് അതും ചെറിയ പീസുകളാക്കിയതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക. നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബേക്ക് ടിന്നിലേക്ക് ഇതൊഴിച്ച് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ ഓവൻ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ കുക്കറോ അല്ലെങ്കിൽ കടായിയോ ഒരു ചരുവോ ഏതെങ്കിലും മതി. പക്ഷേ അതിൻ്റെ അടപ്പ് നല്ല ഫിറ്റായിരിക്കണം. നന്നായിട്ട് അടയുന്ന അടപ്പുള്ളതാണെങ്കിൽ ചരുവോ എന്തായാലും മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓവനോ ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഓവൻ്റെ അകത്ത് വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഒത്തിരി നേരമൊന്നും ചെയ്യണ്ട, ചെറുതായിട്ട്. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ബ്ലാക്ക് റൈസ്, ഇത് കുരുവില്ലാത്ത സീഡ്ലെസ് ആകട്ടോ. നമ്മുടെ ബ്ലാക്ക് റൈസിൻസും ഗോൾഡൻ റൈസിൻസും എല്ലാം സീഡ്ലെസ് ആണ്. അതുപോലെ തന്നെ കാഷ്യൂ നട്ട് വെച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. ഇനി പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ബേക്ക് ആകട്ടെ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്ലം കേക്ക് ഉണ്ടാക്കണം. നല്ല രുചിയാണ്, നല്ല സോഫ്റ്റുമാണ് ഈ കേക്ക്.